ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് പാസിംഗ് മാർക്കിനെ പറ്റിയിട്ട്. ഇഗ്നോക്കകത്ത് 10,350 പ്രോഗ്രാം വരുന്നുണ്ട്. എല്ലാത്തിനും ഒരേപോലെ എല്ലാ പാസിംഗ് മാർക്ക് വരുന്നത് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമിന് വേറെ ടൈപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ യു ജിക്ക് വേറെ, പി ജിക്ക് വേറെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് പാസിംഗ് മാർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതിൽ തന്നെ അസൈൻമെൻറ്റ് പാസിംഗ് മാർക്ക് വേറെയാണ്, തിയറിക്ക് വേറെയാണ്, പ്രാക്ടിക്കൽ പ്രോജക്റ്റിന് വേറെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഗ്നോക്കകത്ത് 10,350 പ്രോഗ്രാം വരുന്നുണ്ട്. എല്ലാത്തിനും ഒരേപോലെയല്ല വരിക. പക്ഷേ എപ്പോഴും ഒരു 35 മാർക്ക് അല്ലെങ്കിൽ 40 മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് നമുക്കിവിടെ പാസിംഗ് മാർക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഗ്നോക്കകത്ത് ഏറ്റവും കൂടുതൽ പേര് എടുക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയാൻ വേണ്ടി വരുന്നത് നമുക്ക് BA പ്രോഗ്രാമാണ്. അത് BA ജനറൽ ഉണ്ട്, ഹോണേഴ്സ് ഉണ്ട്, മേജർ ഉണ്ട്. അതിൽ തന്നെ ഒത്തിരി സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. പോരാത്തതിന് BCom പഴയ സിലബസ്, പുതിയ സിലബസ്, BSc പ്രോഗ്രാം, BBA ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോർമൽ നമ്മുടെ UG പ്രോഗ്രാമിൻ്റെ പാസിംഗ് മാർക്കാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പാസിംഗ് മാർക്ക് UG പ്രോഗ്രാമിന് വരുന്നത് 35% കേട്ടോ. അപ്പോൾ 35% എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ നമുക്ക് 100 മാർക്കിനുണ്ടാവും, 75 മാർക്കിനുണ്ടാവും, 50 മാർക്കിനുണ്ടാവും, 25 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 35% ആണ് പാസിംഗ് മാർക്ക് വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും 100 മാർക്കിൻ്റെ അസൈൻമെൻ്റ് ആണ് വരിക. 100 മാർക്കിൻ്റെ 35% എന്ന് പറയുമ്പോൾ 35 മാർക്ക്. ഈ തിയറി നോക്കുകയാണെങ്കിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അതിൻ്റെ 35% പറയുമ്പോൾ 35%. 75ൻ്റെ ആണെങ്കിൽ അതിൻ്റെ 35% എന്ന് പറയുമ്പോഴത്തേനും 27 മാർക്കാണ് വരിക. 50ൻ്റെ 35% എന്ന് പറയുമ്പോൾ 18 മാർക്കാണ് വരിക. 25ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിൻ്റെ 35% എന്ന് പറയുമ്പോൾ 9 മാർക്കാണ് പാസിംഗ് മാർക്ക് വരിക കേട്ടോ. നമ്മൾ നേരത്തെ UG പ്രോഗ്രാം പറഞ്ഞ സമയത്ത് നമ്മൾ BCAയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. BCA നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 40% പാസിംഗ് മാർക്ക് വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റിൽ നമുക്ക് 100 മാർക്കിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 40 മാർക്കാണ് നമുക്ക് BCA അസൈൻമെൻറ്റിൽ പാസിംഗ് മാർക്ക് വരുന്നത്. ഇനി തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിലും 40% തന്നെയാണ്. 40% എന്ന് പറയുമ്പോൾ 100ൻ്റെയിലാണെങ്കിൽ 40 മാർക്ക്, 50ൻ്റെയിലാണെങ്കിൽ 20 മാർക്ക് മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു സ്പെസിഫൈ ചെയ്തേക്കുന്ന പ്രോഗ്രാം ഉണ്ട്, BCS 40 എന്ന് പറഞ്ഞേക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, 18 മതി. അതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്, FEG 2 ECO 1. അതിലാവുമ്പോൾ നമുക്ക് 50ൻ്റെ 35% മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് 17.5 ഇവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 18 മാർക്കാണ് അതിൻ്റെ പാസിംഗ് മാർക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ BCSP 064 പ്രോജക്റ്റ് ആകുമ്പോൾ അതിൽ 150 മാർക്കിൽ നമുക്ക് 60 മാർക്കാണ് പാസിംഗ് മാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലും തന്നെ നമുക്ക് ഒത്തിരി ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 40% ആണ് നമുക്ക് അസൈൻമെൻറ്റിലും തിയറിയിലൊക്കെ വേണ്ടത്. പക്ഷേ അതിൽ ചില പ്രോഗ്രാം നമുക്ക് 35% ആണെങ്കിലും മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില പ്രോഗ്രാം നമ്മൾ BA എടുക്കുന്ന ഇലക്ടീവ് സബ്ജക്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അതായത് FEG 2 ഒക്കെ. അപ്പോൾ അതൊക്കെ 35% മാത്രം മതി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പാസിംഗ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ 40% ആണ്. ചില സബ്ജക്റ്റിന് മാത്രം അത് 35% മാറുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് MA പ്രോഗ്രാം ഒക്കെയാണ്. അതായത് PG പ്രോഗ്രാമിലോട്ട് വരികയാണ്. അതിൽ തന്നെ നമ്മുടെ MA ഇംഗ്ലീഷ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിന്ദി, MCom, MSO മീൻസ് സോഷ്യോളജി, അങ്ങനെയുള്ള MA പ്രോഗ്രാമും MCom ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 40% ആണ് നമ്മുടെ പാസിംഗ് മാർക്ക് വരുന്നത്. അപ്പോൾ അസൈൻമെൻ്റ് ആണെങ്കിൽ 100ൽ നമുക്ക് എന്ത് ചെയ്യണം, 40 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാവുള്ളൂ. അതുപോലെ തന്നെ തിയറി പേപ്പറിലോട്ട് വരുമ്പോൾ 100 മാർക്കിൻ്റെയിൽ 40 മാർക്ക് നമ്മൾ വാങ്ങിക്കണം. 50 മാർക്കിൻ്റെ തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 40% പറയുമ്പോൾ 20 മാർക്ക് നമ്മൾ മേടിക്കണം. ഇനി MCAയിലോട്ട് വരുമ്പോഴത്തേനും അതിലും നമുക്ക് 40% തന്നെയാണ്. അസൈൻമെൻറ്റിൽ 100ൽ 40% എന്ന് പറയുമ്പോൾ 40 മാർക്ക്. തിയറി പേപ്പറിലോട്ട് 100ൻ്റെ 40% പറയുമ്പോൾ അതിലും 40 മാർക്ക്. ഇനി 50 മാർക്കിൻ്റെ തിയറി പേപ്പർ ആണെങ്കിൽ 20 മാർക്കാണ് പാസിംഗ് മാർക്ക് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. പ്രോജക്റ്റ് ആകുമ്പോൾ 150 നമ്മൾ എന്ത് ചെയ്യണം, 60 സ്കോർ ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി MBAയിലോട്ട് വരുമ്പോഴത്തേനും MBAയിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നിങ്ങളുടെ എടുത്തേക്കുന്നത് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ പ്രോഗ്രാമാണ്. അത് 6 മാസം കൊണ്ട് തീർക്കുന്ന പ്രോഗ്രാം, 1 ഇയർ കൊണ്ട് തീർക്കുന്ന പ്രോഗ്രാം, അതായത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് DNH, DTS, CL, CFE എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം. ഇതൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസിംഗ് മാർക്ക് വരുന്നത് 40% ആണ്. അസൈൻമെൻറ്റിൽ 40% വേണം, തിയറിയിൽ 40% വേണം.
അപ്പോൾ 100-ലാണെന്നുണ്ടെങ്കിൽ 40 മാർക്കാണ് നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് വരുന്നത്. 50-ലാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് പാസിംഗ് മാർക്ക് വരുന്നത്. ഓക്കെ, മിക്കതും 100-ൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റിലും തിയറിയിലും 40ൻ്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്താലേ പാസ്സാവുള്ളൂ. ഇനി MBAയിലോട്ട് വരാം. അപ്പോൾ നോർമലി നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ 40% പാസിംഗ് മാർക്ക് വരുന്നത്. UG പ്രോഗ്രാം ഒട്ടുമിക്കയിലും 35% ആണ്. പക്ഷേ BCAയിലോട്ട് വരുമ്പോഴത്തേനും 40% വരുന്നത്. ഇനി PGയിലോട്ട് വരുമ്പോഴത്തേനും ഒട്ടുമിക്ക PGക്കും 40% പാസിംഗ് മാർക്ക് വരുന്നത്. പക്ഷേ നമുക്ക് MBAയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. MBAയിൽ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് E വരെയുണ്ട്. അതിൽ നമ്മൾ ഡയറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ D വരെ നമ്മൾ പാസ്സാണ്. D കിട്ടിയാലും നിങ്ങൾ പാസ്സായിട്ടാണ് കണക്കാക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് പ്ലസ് തിയറിയുടെ മാർക്ക് ചേർന്നിട്ടാണ് ഫൈനൽ ഗ്രേഡ് കാർഡിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾ D ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് മാർക്ക് കൂടി വരുന്ന സമയത്ത് നിങ്ങളത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പാസ്സായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ C ഗ്രേഡാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റിലാണെങ്കിലും തിയറിയിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് C ഗ്രേഡെങ്കിലും നിങ്ങൾ വാങ്ങണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനൽ ഗ്രേഡ് കാർഡിൽ പാസ്സാവും. പക്ഷേ ഇനി D ഗ്രേഡ് കിട്ടിയാലും പാസ്സാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുടെ MBA എക്സാമിൽ നിങ്ങൾക്ക് AO BO CO DO വരെ വാങ്ങാം. വാങ്ങരുത് കേട്ടോ. വാങ്ങിക്കഴിഞ്ഞാൽ അത് പക്കാ ഫെയിലിയറാണ്. നിങ്ങൾ വീണ്ടും തിയറി എക്സാം വീണ്ടും എഴുതണം. പക്ഷേ D വരെ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയറി എക്സാം പാസ്സാണ്. പക്ഷേ അസൈൻമെൻറ്റ് മാർക്ക് വന്നാലേ കൺസിഡർ ചെയ്യുള്ളൂ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് D വരെ കിട്ടിയെന്ന് വിചാരിക്കുക, D ആണ് നിങ്ങളുടെ മാർക്ക് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ AO BO കിട്ടിയാൽ മാത്രമേ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തിയറി എക്സാമിൽ Dയും കിട്ടി, അസൈൻമെൻറ്റിലാണെങ്കിൽ AO BO കിട്ടി, A അല്ലെങ്കിൽ BO കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ട് കണക്കാക്കും. അതേസമയം തിയറിയിൽ നിങ്ങൾക്ക് Dയും കിട്ടി, അസൈൻമെൻറ്റിൽ നിങ്ങൾക്ക് C ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫെയിലിയറായിട്ടേ കണക്കാക്കുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തിയറി എക്സാം ഒന്നും കൂടി എഴുതിയിട്ട് ഈ D എന്നുള്ളത് CO അല്ലെങ്കിൽ BO അല്ലെങ്കിൽ AO ആക്കാൻ ശ്രമിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് വീണ്ടും റീസബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു C ഗ്രേഡോ D ഗ്രേഡോ ഒക്കെ അസൈൻമെൻറ്റ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് AO BO ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാലാണ് ഇത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ C ഗ്രേഡാണ്. അസൈൻമെൻറ്റിൽ ഒരു C ഗ്രേഡെങ്കിലും നിങ്ങൾ വാങ്ങാൻ നോക്കുക, തിയറിയിലും നിങ്ങൾ C ഗ്രേഡെങ്കിലും വാങ്ങാൻ നോക്കുക. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് MBAയുടെ കാര്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും സെക്യൂർ ആയിട്ടുള്ളൊരു ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഗ്രേഡാണ്. ഇൻ കേസ് നിങ്ങൾക്ക് തിയറിയിൽ D ആണ് കിട്ടിയതെങ്കിൽ അസൈൻമെൻറ്റിൽ AO BO കിട്ടിയാൽ മാത്രമേ അത് പാസ്സായിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ.